ശരിക്കും ഈ ഫീൽഡിലേക്ക് വന്നിട്ട് തന്നെ 15 വർഷമായി. അപ്പോൾ ഞാൻ തന്നെ ഇതിലേക്ക് വന്നേ. അപ്പോൾ അനുജന്മാർക്കും ഈ കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവരും ഇതേപോലെ തന്നെ എൻ്റെ കൂടെ വർക്കിന് വന്നു. 3 പേരും എല്ലാം ചിത്രം വരക്കാനും അതുപോലെ തന്നെ പല വെറൈറ്റി മെറ്റീരിയലിൽ എല്ലാ ഏതും സിമെൻ്റ് ആയാലും ക്ലേ ആയാലും പല മേഖലയിൽ എല്ലാ ഇതിലും വർക്ക് 3 പേരും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒന്നിച്ച് തന്നെ ചെയ്യുന്നത്, ഏട്ടനനിയന്മാരും കൂടി ഒന്നിച്ച് തന്നെ ചെയ്യുന്നുണ്ടത്. ബാംഗ്ലൂർ ഒരു കോഴ്സ് കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്ലേ മോഡലിങ്ങിൻ്റെ കോഴ്സാണ് ചെയ്തത്. ടെറാക്കോട്ട ചെറിയ ചെറിയ കളിമണ്ണ് ശില്പങ്ങൾ അതിൽ തുടങ്ങിയതാണ്. പിന്നീടാണ് ആ കോഴ്സ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് സിമെൻറ്റ് വർക്കിലേക്ക് ഇറങ്ങിയത്. അതിന് ശേഷം ആദ്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ചെറിയ ചെറിയ വർക്കുകളും ക്ഷേത്രങ്ങളും ഭണ്ഡാരങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വന്നു. നാട്ടുകാരുടെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ജില്ലക്ക് പുറത്തും വിസ്മയ പാർക്കിലേക്കാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വർക്കിലേക്കാണ് പോയത്. അവിടുന്ന് കുറേ കലാകാരന്മാരെ പരിചയപ്പെടാൻ പറ്റി. അവരിൽ നിന്നും അവരുടെ നിർദ്ദേശപ്രകാരം കുറച്ചും കൂടെ ഇതൊക്കെ പഠിക്കാൻ പറ്റി. അങ്ങനെയുള്ള കുറേ നല്ല കലാകാരന്മാരുടെ സുഹൃബന്ധങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവരുടെ ആ ഒരു പിന്തുണയിലും കൂടിയാണ് ഞാൻ കുറച്ചുകൂടെ വളർന്നു. അതിൻ്റെ പുറകെ തന്നെ അനിയന്മാരും വന്നു. അതേ മേഖലയിൽ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്തും ബോംബെയിൽ ഇങ്ങനെ 2-3 സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്, ബാംഗ്ലൂർ. അങ്ങനെയാണ് പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് അങ്ങനെ ഇതിൽ വേറെ ഒരു സുഹൃത്ത് മുഖാന്തരം ഇങ്ങനെ പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഗൾഫ് വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സ്കൾപ്ചർ വർക്കിൻ്റെ ഇതിലേക്ക് ആൾക്കാരെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അറബി നേരിട്ട് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് വിദേശത്ത് പോകുന്നത്. 2 പ്രൊജക്റ്റുകളായി നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രൊജക്റ്റ് സീ വേൾഡ് അബുദാബി, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അക്വേറിയം, അതിൻ്റെ ഒരു വർക്കിലേക്ക് നമ്മൾ 3 പേരും ചേർന്നുകൊണ്ട് അതിൻ്റെ വർക്കിൽ ഉൾപ്പെടാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എൻ്റെ 2 നേരിട്ടുള്ള അനിയന്മാർ മാത്രമല്ല, വേറെ അനിയൻ മാമൻ്റെ മോനും കൂടി അവരൊക്കെ എൻ്റെ കൂടെ കുറേ 3-4 സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒരു 5-8 പേര് നമ്മൾ ഈ കഴിഞ്ഞ പ്രൊജക്റ്റിന് അബുദാബിയിലെ സീ വേൾഡ് പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു 1.5 വർഷത്തോളം ആ പ്രൊജക്റ്റിൽ നമുക്ക് അംഗം ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കൊറോണ കാലം കഴിഞ്ഞ പിന്നെ ഒരുപാട് മൂലയിലിരിക്കുന്നതെന്ന് പറയില്ല നമ്മൾ, അതുപോലെ ഒരുപാട് കലാകാരന്മാരെ പുറത്ത് കാണാൻ പറ്റി. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു 2-3 വർഷം കൊറോണയുടെ വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ പുറത്ത് വന്നിട്ടുണ്ട്. അതിന് മുന്നെയാണ് നമ്മളൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും കലാകാരന്മാരുടെ കഴിവ് വെറുതെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ ഒരു വരുമാനം കിട്ടാണ്ട് നമ്മളെ ജീവിതമാർഗത്തിന് വേണ്ടി വേറൊരു ജോലി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് ഈ സോഷ്യൽ മീഡിയ കുറച്ച് സജീവമായതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പണക്കാരായാലും സാധാരണക്കാരായാലും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കലാ സൃഷ്ടി വേണമെന്നുള്ളൊരു പൈസ ഉണ്ടോ ഇല്ലോ എന്നല്ല, ഇപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കലാകാരന്മാരുടെ എല്ലാവരുടെയും ഇതിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എത്ര ചെറുതായാലും വലുതായാലും അവിടെ എന്തെങ്കിലും ഒരു ചിത്രപ്പണി വേണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ വീട്ടുകാർക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ടൂറിസം കൂടുതലായി വരുന്ന ഒരു അവസ്ഥയിൽ അതിലിപ്പോൾ കലാകാരന്മാർക്ക് ഒരുപാട് പഴയ കാലത്തിനേക്കാളും ഒരുപാട് മെച്ചം വന്നിട്ടുണ്ട്. കലയ്ക്ക് കുറച്ചും കൂടെ ഒരു വില കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളിത് ഒരു ജീവിതമാർഗം കൂടിയാണല്ലോ, നമ്മളിത് വെറുതെ വീട്ടിലിരുന്ന് ചെയ്യുന്നില്ല, നമ്മൾ ജീവിക്കുന്നതും ഇതിലുള്ള വരുമാനം കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കലാകാരന്മാരുടെ ഈ കലാസൃഷ്ടിക്ക് ഫിക്സഡ് ഒരു റേറ്റോ കാര്യങ്ങളോ ഇല്ല, നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരോടും പറഞ്ഞ് അവരുടെ നിലവാരം അനുസരിച്ചിട്ടായിരിക്കും റേറ്റ്. ചിലപ്പോൾ ഒരു നന്നായിട്ട് ചെയ്യുന്നവരുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഇല്ലായിരിക്കും. അപ്പോൾ അതിനേക്കാളും ചീപ്പായിട്ട് പ്രശസ്തിയിലൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് റേറ്റ് കൊടുക്കും. അവൻ ആ ഒരു താരതമ്യപ്പെടുത്തലുണ്ട്. അയാൾ പോലും അത്ര റേറ്റ് മേടിക്കുന്നില്ലല്ലോ, നിനക്ക് ഇത്ര റേറ്റ് എന്നില്ല ഇതിൽ. പക്ഷേ അത്രപ്പോഴും കഴിവ് ചിലപ്പോൾ ഈ അറിയപ്പെടാത്ത കലാകാരൻ്റെ കഴിവ് പോലും അയാൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് പ്രശസ്തിയും കാര്യങ്ങളും ചിലപ്പോൾ ഒരു പറയല്ലേ കഴിവില്ല, ഒരു താണുകൊണ്ടിരിക്കുന്ന കഴിവില്ലാത്തവർ അവരുടെ വാക്സാമർത്ഥ്യം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മളെ
പ്രയത്നത്തിൻ്റെയും പണിയുടെ ആ ഒരു ഇതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ ഒരു ഇതുപോലെ പറയുന്നതല്ല, ദൈവം അനുഗ്രഹിച്ച് തന്നതെന്ന് അങ്ങനെ തന്നെ പറയും. നമ്മളെ സ്വന്തം ഇതുകൊണ്ടൊന്നുമല്ല, ഒരു ദൈവാനുഗ്രഹം കൂടെ ഇതിൽ വേണമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളെ അവഗണിക്കുന്നതാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് കലേനെ അവഗണിക്കുന്ന നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സാധാരണ റേറ്റ്, നമ്മളിപ്പോൾ പറയുന്ന ഒരു സാധാരണ കലാകാരന്മാർ പറയുന്ന റേറ്റ് പോലും നമ്മൾ പറയുന്നില്ല. നമ്മൾ ചെയ്ത് വളരെ വലിയൊരു ഇതില്ലാത്ത ഒരു റേറ്റാണ് പറയുമ്പോൾ അവരൊരു പുച്ഛം, എന്താ ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു നമ്മളെ നിസാരപ്പെടുത്തുന്ന ഒരു ഭയങ്കര അവസ്ഥയാണ്. എൻ്റെ മേഖല വെച്ചാൽ പിന്നെ കളിമണ്ണിൽ ചെയ്യും. കളിമണ്ണിൽ കളിമണ്ണ്, ഫൈബർ, സിമെൻറ്റ്, പിന്നെ മരത്തിൽ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർക്കിപ്പോൾ ചെയ്തു വെച്ചാൽ നമ്മൾ കളിമണ്ണിൽ ആദ്യം രൂപം ഫുള്ളുണ്ടാക്കിയിട്ട് അതിൽ മോൾഡ് എടുക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്തിട്ട് അതിന് ശേഷം ഫൈബർ കാസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വന്നാൽ നമുക്ക് ഡയറക്റ്റ് അത് മിക്സാക്കി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിനിഷായി. ഇത് കളിമണ്ണ് പറയുമ്പോൾ കളിമണ്ണ് ചെയ്തിട്ട് പിന്നെ അത് ഫൈബറിൽ മോൾഡ് എടുക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ഫൈബർ കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഡബിൾ പണിയായി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തുടങ്ങുക വെച്ചാൽ നമ്മൾ സ്കെൽട്ടൺ ഉണ്ടാക്കും. ഒരു 6 മാസം ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലേയിൽ ആദ്യം രൂപം ഉണ്ടാക്കലാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫൈബറിൽ മോൾഡ് ചെയ്യും. മോൾഡ് ചെയ്തിട്ട് ഫൈബറിൽ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ രൂപം മൊത്തം ഉണ്ടാക്കും. ഞാൻ തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ഡ്രോയിങ്ങാണ് പഠിച്ചത്, പെയിൻറ്റിങ്. പിന്നെ ശില്പകല നമ്മൾ ഏട്ടൻ്റെ കൂടെ പിന്നെ കുറേ ഗുരുക്കന്മാരുണ്ട്. ആഗ്രഹങ്ങൾ വെച്ചാൽ മെയിനായിട്ട് തന്നെ തെയ്യങ്ങളാണ്. പണ്ട് കാലത്തെ ഇങ്ങനെ കണ്ട് തെയ്യങ്ങൾ ഇതാണൊക്കെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ ചെയ്തതാണ്. അങ്ങനെ ഓർഡർ കിട്ടിയൊന്നുമല്ല. വാങ്ങുന്ന വെച്ചാൽ ഇങ്ങനെ ആർട്ട് ഗ്യാലറിയോ മ്യൂസിയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർട്ടേ അങ്ങനെ മേടിക്കും. ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതില്ല ഏതായാലും. നമ്മുടെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ വിലയും ബഹുമാനവും റെസ്പെക്റ്റ് എല്ലാം കിട്ടുന്നത് നമ്മൾ വിദേശത്ത് പോയ പിന്നെയാണ്. നമുക്ക് ജീവിക്കാനുള്ള നമ്മൾ എന്താണെന്നില്ല മനസ്സിലായത് അവിടെ ചെന്നിട്ടാകുമ്പോഴാണ്. അവരത്രയും നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു പണിക്കാരനല്ല, നമുക്കില്ല പിന്നെ എല്ലാ രീതിയിലും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ അവിടെ പോയി വന്നതിന് ശേഷമാണ് കൂടുതൽ നമ്മൾ എന്താണെന്നുള്ള ഒരു ബോധം നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ പിന്നെ ഭയങ്കര വിഷമമായിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം എന്തായിരുന്നു എന്നുള്ളത് അവിടെ ചെന്നിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വീണ്ടും വീണ്ടും അതിലേക്ക് പോകാനും ഒരുപാട് കലയെ പറ്റി പഠിക്കാനും പല രാജ്യങ്ങളിലെ കലാകാരന്മാർ അവരുടെ സ്റ്റൈല്, ചൈനക്കാർ, ഫിലിപ്പീൻസ്, മലേഷ്യ, അങ്ങനെ കുറേ രാജ്യങ്ങളിലെ പല പല കലാകാരന്മാരെ അവരുടെ കഴിവ് നമുക്ക് പഠിച്ചെടുക്കാനും അവരുടെ നല്ല സപ്പോർട്ടും ഉണ്ട്. ഒരുപാട് എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ജോലിനെ ഉപരി ഒരുപാട് പഠിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ 2 പ്രോജക്റ്റ് നമ്മൾ വിദേശത്ത് പോയതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. സാമ്പത്തികത്തിന് ഉപരി അതിനേക്കാളും കൂടുതൽ.